ഒരു കുടുംബത്തെ സംബന്ധിച്ച് ആ കുടുംബത്തിൻ്റെ കെടാവിളക്ക് അല്ലെങ്കിൽ ഐശ്വര്യ ദേവത എന്നൊക്കെ പറയുന്നത് ആ കുടുംബത്തിലെ കുടുംബനാഥയാണ്. അത് അക്ഷരം പ്രതി ശരിയാണ് കേട്ടോ. കാരണം ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും തൃപ്തിപ്പെടുത്തുകയും അവരെ ഓരോരുത്തരെയും സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ അവരും ആസ്വദിക്കുകയും അതുപോലെ തന്നെ ഏറ്റവും ലളിതമായ കാര്യങ്ങളിൽ പോലും സങ്കടപ്പെടുകയും എല്ലാ സങ്കടങ്ങളിലും ഉള്ളിലൊതുക്കിക്കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വല്ലാത്തൊരു കഴിവ് ഉൾക്കൊള്ളുന്നവരാണ് ശരിക്കും ഭാര്യമാർ അല്ലെങ്കിൽ കുടുംബനാഥ. അത് എൻ്റെ ഭാര്യ ഇന്ന് വല്ലാത്ത സന്തോഷത്തിലാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി അവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു പക്ഷേ അത്ര സന്തോഷിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ അവരെ സംബന്ധിച്ച് അതൊരു പ്രത്യേക മനസ്സിൻ്റെ ഉടമകളാണ് ഈ ഭാര്യമാർ. എൻ്റെ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങി അദ്ദേഹം തന്നെ ഓർഡർ ചെയ്ത് കടയിൽ പോയി സെറ്റ് ചെയ്ത് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വരും. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. കുറേ നേരമായി കാത്തിരിക്കുന്നു. അസ്വസ്ഥതയോടെയും സന്തോഷത്തോടെയും ആ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം എന്താണ് വരാത്തത് എന്ന് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി നോക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും വാഹനത്തിൻ്റെ ഓർഡർ കേട്ടു. ഡ്രൈവർ ഫോണിൽ വിളിക്കുകയും ചെയ്തു. ഞാനും ആ കാഴ്ച കണ്ട് അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അത്രമാത്രം സന്തോഷത്തിലാണ്. വലിയ കാര്യങ്ങളൊന്നുമല്ല. ഒരു വീട്ടിലേക്ക് ഒരു മുട്ടുസൂചിയാണെങ്കിലും പുതിയതായി വാങ്ങുമ്പോൾ അത് ഉപയോഗിക്കാനും എന്ത് സാധനമാണെങ്കിലും അത് കൊണ്ടുപോയി വച്ച് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാനും ആസ്വദിക്കാനുമുള്ള ഈ ഭാര്യമാരുടെ കഴിവ് വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. അത് നമ്മൾ നോക്കി നിന്നാൽ നമുക്കത് വല്ലാത്തൊരു ആസ്വാദനമായിരിക്കും. വീട്ടിൽ ഒരു വലിയ ഫ്രിഡ്ജുണ്ട്. പക്ഷേ ആ വലിയ ഫ്രിഡ്ജിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടും അംഗങ്ങളുടെ എണ്ണം ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളതുകൊണ്ടും ഒരു ചെറിയ ഫ്രിഡ്ജ് വാങ്ങണമെന്ന് കുറേ നാളായി ഭാര്യ പറയുന്നു. തന്നെയുമല്ല, 2 അടുക്കളയുമുണ്ട്. ഒരടുക്കളയിൽ ഒരു ചെറിയ ഫ്രിഡ്ജ് വാങ്ങണമെന്ന് ഒത്തിരി കാലമായി പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പുതിയ ഫ്രിഡ്ജുകളൊന്നും വാങ്ങേണ്ടതില്ല, സെക്കൻഡ്സ് ഇഷ്ടം പോലെ കിട്ടും. ഭാര്യ പറഞ്ഞു, പുതിയത് വേണ്ട, നമുക്ക് സെക്കൻഡ്സ് മതി എന്ന് പറഞ്ഞ് അങ്ങനെ പോയി സെക്കൻഡ്സ് എല്ലാം സെലക്ട് ചെയ്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രിഡ്ജ് ഓർഡർ ചെയ്ത് കാശും കൊടുത്ത് അത് കാത്തിരുന്ന നിമിഷമാണ്. അങ്ങനെ ആ ഫ്രിഡ്ജും വീട്ടിലേക്ക് വന്നെത്തിക്കഴിഞ്ഞു. കടക്കാരനും വണ്ടിക്കാരനും കൂടി ആ സാധനം, ആ ഫ്രിഡ്ജ് 2ാമത്തെ അടുക്കളയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ ഞാനും കൂടെയുണ്ട്. ഞാനിത് ഓരോന്നും എൻ്റെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഭാര്യമാരുടെ സന്തോഷം അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. അടുക്കളയിൽ ഓരോ ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതല്ല. നമുക്കല്ല, ആണുങ്ങളെ സംബന്ധിച്ചല്ല, അത് സ്ത്രീകളെ സംബന്ധിച്ച് അടുക്കളയിലേക്കും അരങ്ങത്തേക്കും എന്ന് വേണ്ട, എന്ത് തന്നെയായാലും അവരോളം ആസ്വദിക്കുന്ന മറ്റൊരു വിഭാഗമില്ല. സ്ത്രീകൾ അല്ലെങ്കിൽ ഭാര്യമാർ അത്ര ആസ്വാദനമാണ് അവരെ സംബന്ധിച്ച്. ഇത് അവരെ സംബന്ധിച്ച്, എൻ്റെ ഭാര്യയെ സംബന്ധിച്ച് സ്വന്തം സെലക്ട് ചെയ്തു. ഞാനാണെങ്കിൽ ഒരല്പം റെസ്റ്റ് എടുത്ത് കുറച്ച് ദിവസമായി വീട്ടിലിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ പുറകെ പോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊണ്ടുപോരെ, അതിൻ്റെ ഒന്ന് ഫോട്ടോ എന്നെ ഒന്ന് കാണിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് എന്നെ വീഡിയോ കോൾ കാണിച്ചു തന്ന് ഉറപ്പിച്ച് ഓർഡർ ചെയ്ത് വരുത്തിയ ഫ്രിഡ്ജാണ് ഈ കാണുന്നത്. ഗോദ്രേജിൻ്റെ ഒരു സെക്കൻഡ്സ് ഫ്രിഡ്ജ്. ചെറിയ ചളക്കും മുട്ടും തട്ടുക കിട്ടിയ ഫ്രിഡ്ജുകൾക്കൊക്കെ വളരെ നിസ്സാര വിലയ്ക്ക്, അല്ലെങ്കിൽ പകുതി വിലയ്ക്ക് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ ഫ്രിഡ്ജെല്ലാം കൊണ്ടുവന്ന് വച്ച് കടക്കാരനും വണ്ടിക്കാരനും കൂടി യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. അതിനുശേഷം ഗേറ്റെല്ലാം കുറ്റിയിട്ട് ഫ്രിഡ്ജ് കണ്ട് ആസ്വദിക്കാനുള്ള നല്ല തിടുക്കത്തോടെ പെട്ടെന്ന് ഗേറ്റ് അടച്ച് തിരികെ വരികയാണ് എൻ്റെ ഭാര്യ. എൻ്റെ ഭാര്യ ആയതുകൊണ്ട് പറയുകയല്ല, ഏത് ഭാര്യമാരും ഇങ്ങനെ തന്നെയാണ്. അതാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. വീടിൻ്റെ കെടാവിളക്ക് അല്ലെങ്കിൽ ഐശ്വര്യ ദേവത എന്നൊക്കെ പറയുന്നത് ഈ ഭാര്യമാർ തന്നെയാണ്. അത് നമ്മൾ എത്ര മറച്ചു വച്ചാലും ശരിയല്ല. ഞാൻ ആ കാര്യം തുറന്നു പറയുകയാണ്. നമ്മൾ ഏത് വീടെടുത്താലും ആ വീട്ടിൽ എങ്ങനെ കുടുംബം കൊണ്ടുപോകണമെന്ന് ശരിക്കും പറഞ്ഞാൽ ഭാര്യമാർ തന്നെയാണ് തീരുമാനിക്കുന്നത്. കണ്ടില്ലേ, വളരെ സന്തോഷത്തോടെ ആ ഫ്രിഡ്ജ് അടിമുടി നോക്കി കാണുകയാണ് എൻ്റെ ഭാര്യ. ഞാൻ പറഞ്ഞു, എനിക്കും വലിയ ഇഷ്ടമായി. കളർ കോമ്പിനേഷനൊക്കെ ഏകദേശം വലിയ കുഴപ്പമൊന്നുമില്ല. എന്നോടൊന്ന് തുറന്നു നോക്ക് എന്നൊക്കെ പറഞ്ഞ്
ഞാനും അത് കണ്ട് ആസ്വദിക്കാനായി ഇറങ്ങിത്തിരിച്ചു. സ്റ്റിക്കറുകൾക്കോ ഒന്നും യാതൊരു കേടുപാടുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ചെറിയ ഒരു തട്ടുമുട്ടുമൊക്കെ പുറകു വശത്തുണ്ട്, അതല്ലാതെ മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ സെക്കൻഡ്സ് ഇന്നത്തെ കാലത്ത് എല്ലാം മാർക്കറ്റിൽ സുലഭമാണ്. കാരണം ഇലക്ട്രോണിക് സാധനങ്ങളെന്നല്ല, ഗൃഹോപകരണ സാധനങ്ങൾ A to Z വരെ മാർക്കറ്റുകളിൽ ഡംപ് ചെയ്ത് കിടക്കുകയാണ് നിസ്സാര വിലയ്ക്ക്. പ്രത്യേകിച്ചും ഓഫർ നമ്മൾ നോക്കിയിരുന്നാൽ ഓൺലൈനിലാണെങ്കിൽ നമുക്ക് ചുളു വിലയിൽ ചിലപ്പോൾ ചില സാധനങ്ങൾ കിട്ടും. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എൻ്റെ വീട്ടിൽ വാങ്ങിക്കുന്നതിൽ മിടുമിടുക്കിയാണ് എൻ്റെ ഭാര്യ. മിക്ക സാധനങ്ങളും അദ്ദേഹത്തിൻ്റെ പർച്ചേസിങ്ങിലൂടെ എത്തപ്പെടുന്നതാണ്. എനിക്ക് ഇതൊക്കെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ വാങ്ങൽ ശേഷിയിൽ എന്നേക്കാൾ കൂടുതൽ കഴിവ് എൻ്റെ ഭാര്യയ്ക്ക് തന്നെയാണ്. കാരണം ഏത് സാധനം കണ്ടാലും വീട്ടിലേക്ക് വാങ്ങണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷേ അത്രയും സാധനങ്ങൾ വാങ്ങിക്കൂട്ടണമെന്നുള്ള ആഗ്രഹമുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ ഭാര്യയുടെ ആഗ്രഹത്തിന് ഞാൻ വിലങ്ങുതടിയായി നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ വീട് ഒരല്പം വലുതായതുകൊണ്ടും യഥേഷ്ടം സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടും എത്ര സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയാലും കൊണ്ടുവന്ന് വയ്ക്കാനുള്ള മൂലകളും ഇടങ്ങളുമുണ്ട്. അങ്ങനെ ഈ കരിയെടുപ്പുള്ള അടുക്കള എന്നാണ് ഞങ്ങൾ ഇതിനെ പറയുക. കാരണം ഞങ്ങൾ അരി വയ്ക്കുന്നതും ആഹാരങ്ങൾ ഭൂരിഭാഗം പാചകം ചെയ്യുന്നതും മൺകലത്തിലാണ്. അതും പ്രത്യേകിച്ച് പുകയില്ലാത്ത അടുപ്പിലാണ്. പുകയില്ലാത്ത അടുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഗ്യാസ് അടുപ്പാണ് എന്ന്. ഗ്യാസ് അടുപ്പ് 2 അടുക്കളയിലുമുണ്ട്. പക്ഷേ പുകയില്ലാത്ത അടുപ്പ് എന്ന് പറയുന്നത് അറിയാമല്ലോ. വിറക് കത്തിക്കുമ്പോൾ പുക അടുക്കളയിലേക്ക് വരാതെ പുറമേക്ക് കുഴലിലൂടെ പോകുന്നത് കൊണ്ടാണ് ഈ പുകയില്ലാത്ത അടുപ്പ് എന്ന് പറയുന്നത്. മൺകലത്തിൽ അരിയും കറികളുമൊക്കെ വച്ച് കഴിച്ച് ശീലമുള്ളവരെ സംബന്ധിച്ച് മൺകലത്തിൽ അരി വച്ചില്ലെങ്കിൽ അതൊരു വല്ലാത്ത പ്രശ്നം തന്നെയാണ്. ആ ഒരു ടേസ്റ്റ് പിടിച്ചാൽ അത് നമ്മൾ ശീലിക്കുക തന്നെ ചെയ്യും. ആ അടുക്കളയിലാണ് ഈ ഫ്രിഡ്ജ് വച്ചിരിക്കുന്നത്. അപ്പുറത്തെ ഓപ്പൺ കിച്ചണിൽ വലിയൊരു ഫ്രിഡ്ജുണ്ട്. അതായത് ഒരുപാട് വലിയൊരു ഫ്രിഡ്ജ് തന്നെ ഉണ്ട്. ആ ഫ്രിഡ്ജ് ഇപ്പോൾ ഒരുപാട് യൂസ്ഫുൾ അല്ല. കാരണം അത്രയും വലിയ ഫ്രിഡ്ജ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായ കറണ്ട് വരുന്നുണ്ട്. തന്നെയുമല്ല അത്രയും ഫ്രിഡ്ജിൻ്റെ ആവശ്യമില്ല. കണ്ടില്ലേ, ഫ്രിഡ്ജ് ടെസ്റ്റ് ചെയ്യാൻ കടക്കാരൻ ഒരു കുപ്പി വെള്ളം വച്ചിട്ട് 5 മണിക്കൂർ ഓണാക്കിയപ്പോഴേക്കും ഐസായി എന്ന് കാണിക്കാൻ വച്ചിരുന്ന കുപ്പിയാണത്. അങ്ങനെ ഭാര്യയ്ക്ക് വല്ലാത്ത സന്തോഷമായി. ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയും ഞായറും അദ്ദേഹത്തിന് ക്ലാസ്സില്ല. അദ്ദേഹം ഒരു നിയമ വിദ്യാർത്ഥിയാണെന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരമാണ് ഈ ഫ്രിഡ്ജ് കൊണ്ടുവന്നത്. ഞായറാഴ്ച രാവിലെയാണല്ലോ ഇത്. രാവിലെ തന്നെ ഉണർന്നെണീറ്റ് ഇന്ന് കറിക്കുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാക്കുകയാണ്. കാരണം പുതിയ ഫ്രിഡ്ജിലേക്ക് പഴയ ഫ്രിഡ്ജിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മാറ്റാനും ക്ലീനിങ്ങും ഒക്കെ ഇന്ന് യഥേഷ്ടം നടക്കും. കാരണം പുതിയൊരു സാധനം വാങ്ങിക്കുന്നതിൻ്റെ സന്തോഷം ഏതൊക്കെ തരത്തിലാണ് ഇന്ന് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് നോക്കി കാണേണ്ടത് തന്നെയാണ്. ഞാനാണെങ്കിൽ ആ സന്തോഷം പകർത്താനായി ക്യാമറയുമായി പുറകെ നടക്കുകയാണ്. എന്നെ സംബന്ധിച്ച് പുതിയ വീഡിയോ ചെയ്യാനും പുതിയ കൃഷിപ്പണിയിലേക്ക് ഇറങ്ങിത്തിരിക്കാനും റെസ്റ്റ് കഴിഞ്ഞിട്ടില്ല. ചെറിയൊരു സർജറിയൊക്കെ വേണ്ടി വന്നതിൻ്റെ ഫലമായി 1 മാസക്കാലം റെസ്റ്റാണെന്ന് പറഞ്ഞല്ലോ. ഏകദേശം 1 മാസമൊക്കെ ആയി. എന്നാലും വലിയ പണികളൊന്നും ചെയ്യാറായിട്ടില്ല. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളും കണ്ട് ആസ്വദിച്ചും കൊച്ചു കലാപരിപാടികളുമൊക്കെയായി ഞാനും ഇത് ആസ്വദിച്ച് നടക്കുകയാണ്. പച്ചച്ചീര യഥേഷ്ടം വാഴുകയാണ്. മീൻകുളം ഉണ്ടാക്കാൻ അവിടെ ഒരു ചെറിയ കുഴിയൊക്കെ ഉണ്ടാക്കി കുറ്റിയൊക്കെ അടിച്ച് സ്ഥാനമൊക്കെ കണ്ട് ആ മണ്ണെടുത്താണ് തെർമോകോൾ ബോക്സിൽ പച്ചക്കറിയൊക്കെ നട്ടത്. പക്ഷെ അതിന് ശേഷമാണ് എൻ്റെ രോഗലക്ഷണങ്ങൾ കാണുകയും അത് റെസ്റ്റ് എടുക്കാനുള്ള ചില പരിപാടികളിലേക്കൊക്കെ മാറുകയും ചെയ്തതുകൊണ്ട് മീൻകുളമൊക്കെ അസ്ഥാനത്തായി എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞ് അത് നടത്തണം. അങ്ങനെ ഇന്നത്തെ കറിക്കുള്ള തോരനുള്ള പച്ചച്ചീര പറിച്ചെടുക്കുന്ന തിരക്കിലാണ് ഭാര്യ. കിളികളാണെങ്കിൽ ഇന്ന് വല്ലാത്ത സന്തോഷത്തിലാണ്. കാലത്ത് തന്നെ ഞാൻ കൂടൊക്കെ ക്ലീൻ ചെയ്ത് ഒരല്പം തുളസി ഇലയും ഒക്കെ അവർക്കും പറിച്ചു കൊടുത്തിരുന്നു. താറാവുകളൊക്കെ ആണെങ്കിൽ കുളി കഴിഞ്ഞ് അവരും റെസ്റ്റ് എടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ കാഴ്ചകളും ഇന്ന് ഞായറാഴ്ചയായതുകൊണ്ട്, ഇന്നലെ ശനിയാഴ്ച ഒരു ദിവസം ഫ്രിഡ്ജ് കൊണ്ടുവന്ന സന്തോഷത്തിൽ ഇന്ന് ഞായറാഴ്ച അതിനകത്തൊക്കെ പഴയതെല്ലാം കയറ്റാനുള്ള തിടുക്കത്തിൽ കറികളും ഒക്കെ നേരത്തെ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് ഭാര്യ. അങ്ങനെ രാവിലെ
ഒരല്പം മീൻകറിയും ഒക്കെ ഉണ്ട്. അതിനുശേഷം ഒരല്പം തോരനുമൊക്കെ വേണമല്ലോ. അപ്പോൾ കറിക്ക് തോരനായിട്ട് പച്ചച്ചീര തന്നെ എടുക്കാൻ തീരുമാനിച്ചു. ചീരകൾ മറ്റതെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്. പൊന്നാങ്കണ്ണി ചീരയുണ്ട്, അതുപോലെ ചുവന്ന ചീര കുറച്ച് ഉണ്ട്, പയറിൻ്റെ ഇലയുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നട്ടു വളർത്തിയിട്ടുണ്ട്. അപ്പോഴാണ് കടലാസ് റോസ തമാശയ്ക്കായിട്ട് പുറത്ത് കളഞ്ഞിട്ടിരുന്ന ഒരു കടലാസ് റോസ ചെടി എന്നോട് മൺചട്ടിയിൽ നട്ടുതരാൻ പറഞ്ഞ ചെടിയാണ് ഇന്ന് ഈ മട്ട് കൊലച്ച് പൂത്ത് നിൽക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ വിശദമായി വീണ്ടും വീണ്ടും വിവരിക്കുകയാണ്. ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു അതൊന്നും പൂക്കാൻ സാധ്യതയില്ല എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ലേ അത് പൂക്കില്ല എന്ന്. ഇപ്പോൾ കണ്ടില്ലേ കൊല കുത്തി നിൽക്കുന്നത് കണ്ടോ? ഞാൻ പറഞ്ഞതുപോലെ അനുസരിച്ചാൽ എല്ലാം വളരെ ഭംഗിയാകും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ക്ലാസ് തന്നുകൊണ്ട് ഓരോന്നായി വിശദീകരിക്കുകയാണ്. വർത്തമാനങ്ങൾ നിർത്തുന്നില്ല. കാരണം വല്ലാത്ത സന്തോഷത്തിലാണ്. ഫ്രിഡ്ജ് വാങ്ങി വച്ചിരിക്കുകയാണല്ലോ. പച്ചക്കറിക്കുള്ള തോരനുള്ള ചീര കയ്യിലിരുന്ന് വാടി തുടങ്ങി. പൂക്കളെ കണ്ടാൽ മതിയാവില്ല, അത്രമാത്രം ഇഷ്ടമാണ് പൂക്കളെയും കിളികളെയും എന്ന് വേണ്ട, എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ഇഷ്ടമുള്ള ഒരാളാണ് എൻ്റെ ഭാര്യ. കാരണം ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടും അറിഞ്ഞും കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ഒക്കെ എല്ലാം വിശദമായി അറിഞ്ഞതിന് ശേഷമാണ് വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് എന്ത് കാര്യവും പരസ്പരം ചേരുംപടി ചേർക്കാൻ കഴിയും. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇന്ന് ക്ലിയറാക്കി പഴയ ഫ്രിഡ്ജിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വലിച്ചു വാരി കളഞ്ഞ് അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പുതിയ ഫ്രിഡ്ജിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ്. ഈ കാണുന്നതാണ് പഴയ ഫ്രിഡ്ജ്. പഴയതെന്ന് പറഞ്ഞാൽ വർക്കൗട്ടാണ്, ശരിക്കും കേടായിട്ടൊന്നുമില്ല. പക്ഷേ അത്രയും വലിയ ഫ്രിഡ്ജിൻ്റെ ആവശ്യകത ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. 2 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു, അത് വളരെ നിസ്സാരം എന്തെങ്കിലും അല്പം ബാക്കി വരുന്നു. ഒരല്പം പച്ചക്കറി വാങ്ങിക്കൊണ്ടുവന്നാൽ അത് കയറ്റി വയ്ക്കുന്നു. ഒരു പാക്കറ്റ് പാല് വാങ്ങിയാൽ വയ്ക്കുന്നു. ഇത്രമാത്രം സാധനങ്ങളൊക്കെയാണ്. ഒരു 1/2 കിലോ മീൻ വാങ്ങിയാൽ അതിൻ്റെ ബാക്കി ഭാഗം വയ്ക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ അത്രയും വലിയ ഫ്രിഡ്ജ് വേണ്ട എന്നുള്ളൊരു തീരുമാനം കുറേ നാളായി. തന്നെയുമല്ല നല്ല കറണ്ട് ചാർജുമുണ്ട്. ആഗ്രഹത്തിൻ്റെ പുറത്ത് ഓരോന്നായി നമ്മൾ എല്ലാം ഒപ്പിച്ചു വയ്ക്കും. പിന്നീട് അതെല്ലാം നമുക്ക് ഉപകാരപ്രദമല്ല എന്ന് പറയില്ല. മക്കളും മരുമക്കളും എല്ലാം വരുമ്പോൾ ഇതെല്ലാം ആവശ്യമാണ്. ഈ കാണുന്ന അടുക്കളയിൽ ഇതാണ് ഓപ്പൺ കിച്ചൺ. ഇതിനകത്ത് ആ ഫ്രിഡ്ജ് ആ കബോർഡിൻ്റെ ഉള്ളിൽ വച്ചിരുന്ന ഫ്രിഡ്ജാണ്. ഈ അടുത്ത കാലത്ത് അതിൻ്റെ ഒരു ഫാൻ കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ അതിൻ്റെ കൂളിംഗ് വ്യത്യാസം വന്നു. അതിനെ താഴെ ഇറക്കി വെച്ച് അതിൻ്റെ റിപ്പയറിംഗ് നടത്തിയതിന് ശേഷം തിരികെ കയറ്റി വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വലിയ വെയിറ്റ് ഉള്ളതുകൊണ്ട് മക്കളെല്ലാം കൂടെ വരുമ്പോൾ കയറ്റി വയ്ക്കാമെന്നുള്ളതിലാണ് ആ ഫ്രിഡ്ജ് അങ്ങനെ കുറച്ച് നാളായിട്ട് പുറത്തു തന്നെ ഇരിക്കുന്നത്. എന്തായാലും ആ ഫ്രിഡ്ജിൽ നിന്ന് ഓരോ സാധനങ്ങളും ഭാര്യ എടുത്തുകൊണ്ടുപോയി കളയേണ്ടത് കളഞ്ഞും കഴുകി വയ്ക്കേണ്ടതും ഒക്കെയായി ഡിഷുകളെല്ലാം കഴുകി പുതിയ ഫ്രിഡ്ജിലേക്ക് അടക്കി ഒതുക്കി വയ്ക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അടുക്കളയ്ക്കകത്ത് ചെറിയൊരു തടസ്സം വന്നു. 2-3 കസേരകൾ കൂടുതലായി അവിടുന്ന് മാറ്റേണ്ടി വന്നു. ആ കസേരകൾ എൻ്റെ ഒരു അഭിപ്രായത്തിന് ഞാൻ ഈ വർക്കിംഗ് ഏരിയയിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു രസം തോന്നി. അവിടെ ഇരുന്ന് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കാൻ വല്ലാത്ത രസമാണല്ലോ. എന്നാൽ അവിടെ ഒരു ടീപ്പോയിക്ക് പകരം ഒരു കുട്ടിമേശ എടുത്തിടാമെന്ന് വിചാരിച്ച് അവിടെ ഒരു കുട്ടിമേശയും കൂടെ എൻ്റെ ഐഡിയയ്ക്ക് അതും എടുത്തിട്ടു. അങ്ങനെ മൊത്തത്തിൽ അടുക്കളയിൽ ഒരു ചേഞ്ച് വരുത്തി. നമ്മുടെ വീടിൻ്റെ അകവും പുറവും നമ്മുടെ മുടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ച് കെട്ടാമെന്ന് പറഞ്ഞതുപോലെ ഓരോ ദിവസങ്ങളിൽ ഇതുപോലെ ഓരോ ചേഞ്ചുകൾ വരുത്തുമ്പോൾ നമ്മുടെ മനസ്സിനാണ് അത് വല്ലാതെ സന്തോഷം കിട്ടുന്നത്. കണ്ടില്ലേ, 3 കസേര അടുക്കളയ്ക്കകത്തുനിന്ന് മാറ്റി ഇവിടേക്ക് ഇട്ടപ്പോൾ ഒരു കുട്ടിമേശയും അവിടെ ഇട്ടപ്പോൾ അത്യാവശ്യം ഒരാൾക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ അത് ധാരാളം മതി. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഈ കണ്ടില്ലേ, വിശാലമായ വീടും പരിസരവും ആ കാണുന്ന ഫ്രിഡ്ജും എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മളെ സംബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. മക്കളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു. ഒരു മകളാണുള്ളത്. മകളെ കല്യാണം കഴിച്ചു വിട്ടു. അവർക്ക് ഒരു മകനുണ്ട്, എൻ്റെ കുഞ്ഞൻ. അവൻ വരുമ്പോൾ മോളും മരുമകനും എല്ലാം വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷത്തിലാണ്. കണ്ടില്ലേ, എൻ്റെ ഐഡിയ ഞാൻ പൂർത്തിയാക്കുകയാണ്. വൈകുന്നേരമായി
ഒരു ഗ്ലാസ് കാപ്പി, പാൽ കാപ്പി അങ്ങനെ ആസ്വദിച്ച് ഞാൻ സിപ്പ് ചെയ്ത് കുടിക്കുകയാണ്. അവിടെ ഇരുന്ന് ആ കുട്ടിമേശയും വെച്ച് അതിൻ്റെ പുറത്തിരുന്ന് ആ ചായ കുടിക്കുമ്പോൾ വല്ലാത്തൊരു നിർവൃതിയാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നതല്ലേ? നമ്മുടെ വീട്ടിൽ നമ്മുടെ സന്തോഷം, അതും പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഒത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് അത് പരസ്പരം സന്തോഷിക്കുമ്പോൾ ആ സന്തോഷത്തിന് വല്ലാത്തൊരു സുഖമുണ്ട്, അത് ആസ്വദിക്കാനും. അതെല്ലാം കഴിഞ്ഞ് നാളെ എനിക്ക് ടെസ്റ്റ് പേപ്പറാണ് എന്നും പറഞ്ഞ് അദ്ദേഹം പോയി പഠനത്തോട് പഠനമാണ്. വായനശാലയിൽ കയറി പുള്ളിക്കാരത്തിൻ്റെ സീറ്റിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. ഇതെല്ലാം ഞാൻ ആ തിരക്കും ബഹളവും സന്തോഷവുമൊക്കെ എൻ്റെ ക്യാമറ കണ്ണിലൂടെ പകർത്തിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ എങ്ങനെ സന്തോഷിക്കാം എന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നേരം വെളുത്തു, തിരക്കോട് തിരക്ക് വെടിഞ്ഞ് തിരക്ക് പിടിച്ച് കോളേജ് കുമാരി അങ്ങനെ കോളേജിലേക്ക് പോവുകയാണ്. LLB വിദ്യാർത്ഥിയാണ്, 3ാം സെമസ്റ്ററാണ്. ഇന്ന് ടെസ്റ്റ് പേപ്പറുണ്ട്, അതിനുള്ള തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ്. അങ്ങനെ ശനി ഞായർ അവധി കഴിഞ്ഞു. തിങ്കൾ രാവിലെ മണി 9:10 അദ്ദേഹം കോളേജിലേക്ക് പുറപ്പെടുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾ, ഭാര്യ, നമ്മുടെ മാതാപിതാക്കൾ ഉള്ളവരെ വച്ച് നമുക്ക് എങ്ങനെ ആസ്വദിക്കാം, സന്തോഷിക്കാം. ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മുടെ ഭാര്യമാർ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ എങ്ങനെ സന്തോഷിക്കുന്നു. അതുകൊണ്ട് അവരുടെ സന്തോഷത്തിലും സന്താപത്തിലും നമ്മൾ എപ്പോഴും പങ്കുചേരുക എന്നുള്ളതാണ് എനിക്കിതിലൂടെ നിങ്ങളോട് പറയുവാനുള്ളത്. അതല്ലാതെ അത് വേണ്ട ഇത് വേണ്ട, ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി എന്നുള്ള കടുംവാശിയിൽ നിന്നും പിടിവാശിയിൽ നിന്നും നമ്മൾ ഓരോരുത്തരും പുറകോട്ട് വലിയണം. 50% കാര്യങ്ങളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയോടെ ചെയ്താൽ ഒരു കുടുംബത്തിൽ സന്തോഷം താനേ വരും എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളിലേക്ക് ഇത്തരം കാഴ്ചകളുമായി ഞാൻ വെറുതെ എത്തിച്ചത്. സ്നേഹം നിറഞ്ഞവരെ, ഞങ്ങളുടെ പച്ചപ്പാണൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തവർ രണ്ടാമത് ചെയ്യരുത് എന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ ഒരു ലൈക്ക് അടിക്കാനും നിങ്ങൾ മറക്കരുത്. ഭാര്യ അങ്ങനെ കോളേജിലേക്ക് യാത്രയായി. ഇനി എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്തായാലും രാവിലെ 9:15 കഴിഞ്ഞു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. എന്നാൽ പത്രം അത്യാവശ്യം ഫ്രണ്ട് പേജൊക്കെ ഒന്ന് നോക്കിയെങ്കിലും പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ വായിച്ചിട്ടില്ല. ഉള്ള പത്രങ്ങളിൽ നിവൃത്തിയുണ്ടെങ്കിൽ 4 പത്രം വായിക്കണം. പുറത്തു പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഒരു പത്രം മാത്രമാണുള്ളത്. പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജ് മുഴുവൻ വായിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. പ്രത്യേകിച്ചും വായന എന്നെ സംബന്ധിച്ച് ആസ്വദിച്ച് വായിക്കുന്ന ഒരാളും കൂടിയാണ്. അങ്ങനെ പത്രവും കൂടെ വായിച്ച് ഇന്നത്തെ കാലത്തെ തിരക്കെല്ലാം കഴിഞ്ഞ് ഒരു സ്വസ്ഥമായിരുന്ന പത്രവുമൊക്കെ വായിച്ച് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ കഴിച്ച് അടുത്ത പരിപാടികളിലേക്ക് നീങ്ങാമെന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ. മാതാപിതാക്കളുടെ മേഞ്ഞിലും നുകവും അല്ലെങ്കിൽ അവരുടെ കൃഷിയായുധങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ണോടിച്ച് അതെല്ലാം അയവിറക്കി അങ്ങനെ പത്രം വിശദമായി ഒന്ന് വായിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, പച്ചപ്പാണൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എങ്ങനെ നമ്മുടെ കുടുംബത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ സന്തോഷിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ മുഖ്യമായും ഞാൻ പ്രതിപാദിച്ചത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിശേഷങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങളുടെ പച്ചപ്പാണൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിനെ കാണുകയും കേൾക്കുകയും നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന നല്ല പ്രേക്ഷകരായ മുഴുവൻ പേർക്കും ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ഏവർക്കും ഗുഡ് ബൈ.